പുതുവത്സര ദിനത്തിൽ വിവിധ പരിപാടികളോടെ കർഷക ദിനാഘോഷം പ്രൗഢഗംഭീരമാക്കി പൊന്നാനി നഗരസഭ. കർഷക ദിനാചരണം KP നൌഷാദ് അലി MLA ഉദ്ഘാടനം ചെയ്തു. സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. 2025-26 വർഷത്തിൽ കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ച കർഷകർ, കർഷക കൂട്ടായ്മകൾ എന്നിവരെയും അങ്കണവാടികൾ, സ്കൂളുകൾ എന്നീ സ്ഥാപനങ്ങളെയും ആദരിക്കുകയും ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. മികച്ച കർഷക കൂട്ടായ്മയായി എഴുപത്തിരുത്തിയിലെ ഒരുമ കൃഷിക്കൂട്ടം അംഗങ്ങളായ അമ്മുക്കുട്ടി, കാളി, ശാരദ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച LP സ്കൂളായി GLP സ്കൂൾ തയ്യങ്ങാടും, UP സ്കൂൾ വിഭാഗത്തിൽ ന്യൂ UPS ഈശ്വരമംഗലവും, സ്പെഷ്യൽ സ്കൂൾ വിഭാഗത്തിൽ ഹോപ്പ് MSS സ്കൂളും പുരസ്കാരത്തിന് അർഹത നേടി. അങ്കണവാടി വിഭാഗത്തിൽ പാണ്ടിത്തറ KR നഗറിലെ C നമ്പർ 17, എരിക്കമണ്ണയിലെ C നമ്പർ 62, കൊശവ നഗറിലെ C നമ്പർ 68 എന്നിവ മികച്ച അങ്കണവാടികളായി തെരഞ്ഞെടുക്കപ്പെട്ടു. പൊന്നാനി കൃഷിഭവൻ പരിധിയിൽ നിന്ന് ഗംഗാധരൻ ആലക്കശ്ശേരി, അശ്വതി ചാലേരി, അഫ്ര അലി കണ്ണാത്ത്, ചന്ദ്രൻ AC, ഹരികുമാർ PV, രമേശ് V എന്നിവർ മികച്ച കർഷകരായി തെരഞ്ഞെടുക്കപ്പെട്ടു. എഴുപത്തിരുത്തി കൃഷിഭവൻ പരിധിയിൽ നിന്ന് EV നാരായണൻ, P കീർത്തി, രജീഷ് ഉണിക്കാട്ട്, C സമീർ, ഷൺമുഖൻ M, അനയ് K, മുഹമ്മദ് നാസിൽ എന്നിവർ മികച്ച കർഷകരായി തെരഞ്ഞെടുക്കപ്പെട്ടു. കർഷക ദിനാഘോഷം KP നൌഷാദ് അലി MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുരുമുളക് കൃഷി ഉൾപ്പെടെയുള്ളവയൊക്കെ തിരുവാതിര ഞാറ്റുവേലയിലാണ് നമ്മൾ തിരഞ്ഞെടുത്ത് കൃഷിക്ക് ആരംഭം കുറിക്കാറായിട്ട് നമ്മൾ മുന്നോട്ട് പോകാറുള്ളത്. ഇതിപ്പോൾ സാമൂതിരിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു ഇടം കൂടിയാണ് പൊന്നാനി. പണ്ട് സാമൂതിരിയുടെ കാലത്ത് പോർച്ചുഗീസിൽ നിന്നും വിദേശത്ത് നിന്നും വ്യാപാരികൾ കുരുമുളക് വ്യാപാരത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ സാമൂതിരി ധാരാളമായിട്ട് കുരുമുളക് നൽകി അവരുടെ വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ നമ്മോട് കുരുമുളക് വള്ളികൾ ചോദിച്ചു. അവരുടെ നാട്ടിൽ ആ കൃഷി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കുരുമുളക് വള്ളി ചോദിച്ചത്. അപ്പോൾ കുരുമുളക് വള്ളി സാമൂതിരി പോർട്ടുഗീസുകാർക്ക് നൽകാൻ തയ്യാറായി. അതുപോലെ തന്നെ അതിൻ്റെ വളപ്രയോഗങ്ങളെക്കുറിച്ചുള്ള ഒരു താളിയോല പരാമർശങ്ങളടങ്ങിയ ഒരു കുറിപ്പും സാമൂതിരി പോർച്ചുഗീസുകാർക്ക് കൈമാറിയപ്പോൾ സാമൂതിരിയുടെ രാജസദസ്സിലുള്ള മന്ത്രിമാരും പ്രധാനികളൊക്കെ സാമൂതിരിയോട് പറഞ്ഞു, ഇത്തരത്തിൽ കുരുമുളക് വ്യാപാരത്തിന് വന്നവർക്ക് കുരുമുളക് വള്ളിയും അതിൻ്റെ വളപ്രയോഗവും അതിൻ്റെ ടെക്നിക്കൽ നോഹൗകളൊക്കെ കൈമാറിയാൽ പിന്നെ നമ്മുടെ വ്യാപാരം നിലച്ചു പോവില്ല. അവർ സ്വയം പര്യാപ്തരായാൽ നമുക്ക് പിന്നെ ഒരു വ്യാപാരം ലഭിക്കുമോ എന്ന് സാമൂതിരിയോട് ചോദിച്ചപ്പോൾ സാമൂതിരി അതിന് പറഞ്ഞൊരു മറുപടി, നമ്മളവർക്ക് കുരുമുളക് വള്ളിയും വളവും മാത്രമേ കൈമാറിയിട്ടുള്ളൂ, തിരുവാതിര ഞാറ്റുവേല അവരുടെ കൈവശമില്ലല്ലോ എന്നാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു കാർഷിക സംസ്കൃതിയുടെ ഒരു തനത് പ്രത്യേകത. ഞാറ്റുവേലകളിലൂടെയാണ് കൃഷി പുരോഗമിച്ചിരുന്നത്. പുതിയ തലമുറയൊക്കെ ആ കാര്യത്തിൽ വേണ്ടത്ര ജ്ഞാനമില്ലാത്തവരാണ്. പണ്ട് നിരക്ഷരരായിരുന്ന നമ്മുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് ഞാറ്റുവേലകളുടെ കാലഗണന അറിയാം. അതിനനുസരിച്ചുള്ള കൃഷിരീതികൾ അവർ അവലംബിച്ചു പോന്നിരുന്നു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ CV സുധ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ CP സക്കീർ അവാർഡ് പ്രഖ്യാപനം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TK മഷൂദ്, റീന പ്രകാശൻ, ഷനിൽ കുമാർ, P ഹസീന, കൗൺസിലർമാരായ P ഷംസുദ്ദീൻ, TK അഷ്റഫ്, ലിൻസി പ്രസാദ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ PV വിജേഷ്, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് A അബ്ദുറഹിമാൻ, ADC മെമ്പർമാരായ രജീഷ് ഉപ്പാല, എവറസ്റ്റ് ലത്തീഫ്, ഗ്രാമീണ ബാങ്ക് മാനേജർമാരായ രേഖ, സൂര്യ എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് നടന്ന കാർഷിക ചർച്ചയ്ക്ക് എഴുപത്തിരുത്തി കൃഷി ഓഫീസർ ഐശ്വര്യ V ദേവ് നേതൃത്വം നൽകി. പൊന്നാനി കൃഷി ഫീൽഡ് ഓഫീസർ P ശ്രീകുമാർ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ T സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികൾക്ക് ശേഷം ഓണസദ്യയോടെയാണ് ഈ വർഷത്തെ കർഷക ദിനാഘോഷം സമാപിച്ചത്. കാർഷിക സംസ്കാരത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ചിങ്ങം 1. ഈ ദിനത്തിൽ നമ്മുടെ കൃഷിയെ സംരക്ഷിച്ചുകൊണ്ട് വരും തലമുറയ്ക്ക് കൂടി കൈമാറിക്കൊണ്ട് നമുക്ക് പോവേണ്ടതുണ്ട്.